താങ്കളൊരു യുവ വ്യവസായിയായിരുന്നു, ഇപ്പം സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ്, യോഗം പ്രവർത്തകനാണ്, വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ലീഡറാണ്. എങ്ങനെയുള്ളൊരു കേരളമാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? കേരളം സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കണം. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സംസ്ഥാനം. ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ശരിക്കും പറഞ്ഞാൽ അത് കേരളം എന്ന് പറയുന്നതിന് യാതൊരു തർക്കമുള്ള കാര്യം. പക്ഷേ നമ്മുടെ മാറി വൻ സർക്കാരുകൾ എടുത്തിട്ടുള്ള നിലപാടുകൾ കൊണ്ട് കേരളം തകർന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. കേരളം നമ്മളൊരു 15-20 വർഷം മുമ്പ് നമ്മൾ എടുക്കുക, ഇവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും തമ്മിൽ യാതൊരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ആ കാലഘട്ടത്തിൽ ഉണ്ടായെന്ന് 20 വർഷം മുമ്പ് എടുത്ത് പരിശോധിച്ചാൽ. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് ആരാണ് ക്രിസ്ത്യാനി, ഏതാണ് മുസ്ലിം, ഏതാണ് ഹിന്ദു, നായരേതാ, നമ്പ്യാരേതാ, ഈഴവനേതാ എന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരു കാലഘട്ടമായിരുന്നു ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം. പക്ഷേ അതിന് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞപ്പോൾ നമ്മളതിനടുത്ത് ഒന്ന് പരിശോധിക്കണം. കാരണം ഇവിടെ രാഷ്ട്രീയം കളിച്ച് എല്ലാവരെയും ജാതിയുമായി വിഘടിപ്പിച്ചു, ജാതിപരമായ വേർതിരിവുണ്ടാക്കി. ഈ വേർതിരിവുണ്ടാക്കി കഴിയുമ്പോൾ ഓരോ സമുദായങ്ങളും അവരുടേതായ രീതിയിൽ സംഘടിച്ചു. അത് കേരളത്തിൻ്റെ വലിയ ഒരു അപകടത്തിലേക്കാണ് ഇന്ന് പോയി നിൽക്കുന്ന സത്യാവസ്ഥ. ഓരോ വോട്ട് ബാങ്കുകൾ ഉണ്ടാക്കി അവരെ എങ്ങനെ പ്രീണിപ്പിക്കാൻ കഴിയും, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റ് സമുദായങ്ങൾ അവർക്കുണ്ടാകുന്ന വിഷമം കൊണ്ട് അവരെല്ലാം സംഘടിച്ച് ഓരോ തുരുത്തുകളായി യഥാർത്ഥത്തിൽ കേരളം മാറി എന്നുള്ളതാണ് സത്യാവസ്ഥ. പല ജില്ലകളും കേരളത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന്. ഇപ്പം മലപ്പുറത്തും മറ്റുള്ള പ്രദേശത്തും അവർക്ക് പ്രത്യേക സംസ്ഥാനം വേണം എന്ന് പോലും ആവശ്യപ്പെടുന്ന തലത്തിലേക്ക് കേരളം മാറുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുണ്ടാകാത്ത ഒരു കാര്യമാണ്. പക്ഷേ കേരളത്തിന് അത്രയും സാധ്യതകളുള്ള മറ്റൊരു സംസ്ഥാനം ഇതുണ്ട്. ഇപ്പോൾ യുവതലമുറയുടെ ഒരു മുന്നേറ്റം ഇതിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരും. തീർച്ചയായും ഉണ്ടാവണം. കാരണം നാളുകൾ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടത്തിലേക്ക് കേരളം പോകുന്നുള്ള കാര്യത്തിൽ ആരും സംശയം വേണ്ട. കാരണം കേരളത്തെ സംബന്ധിച്ചുള്ള ഇന്ന് എന്താ ഉള്ളത്? ഇപ്പം നമ്മുടെ രാഷ്ട്രീയക്കാർ ആര് പ്രസംഗിക്കാമെന്നാണ് പറയുന്നത് എന്താണ്? കേരളം വളരെ നല്ലത്, ഇവിടെ ഇഷ്ടംപോലെ കൃഷി, ഇഷ്ടംപോലെ വ്യവസായം. ഏത് വ്യവസായ സ്ഥാപനമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് ഈ പറയുന്ന മാറി സർക്കാർ തുടങ്ങാൻ പറ്റിയത്? സി പി ഉണ്ടാക്കിയിട്ടുള്ള സ്ഥാപനങ്ങൾ വരെ അടച്ചുപൂട്ടുകയാണ് കഴിഞ്ഞത്. ഇന്ന് നമുക്കറിയാം കേരളത്തിൻ്റെ ഹൈവേകൾ എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും മോശം ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരു സ്റ്റേറ്റ് കേരളമാണ്. നമ്മുടെ റോഡിൻ്റെയൊക്കെ യഥാർത്ഥം പറഞ്ഞ് നമ്മുടെ പഴയ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും 1/2 മീറ്ററും 1 മീറ്ററും വീത് കൂട്ടാൻ വേണ്ടി മാത്രമാണ് നമുക്ക് ഇതുവരെ നടന്നിട്ടുള്ളത്. ഇവിടെ പുതിയതായി ഒരു തൊഴിൽ സാധ്യതയില്ല. ഇന്ന് യഥാർത്ഥത്തിൽ കേരളം എന്ന് പറയുന്നത് എന്താ? ശരീരം കയറ്റിയിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. മനുഷ്യവിഭവശേഷി വെറും ഒരു മാൻ പവർ എക്സ്പോർട്ടറാണ്. ഇവിടെ നമ്മുടെ ചെറുപ്പക്കാർ വിദ്യാഭ്യാസം ചെയ്ത് ഇവിടെ ഗൾഫ് കൺട്രികളിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ പോയി ജോലി ചെയ്ത് പണം കൊണ്ടുവരുന്നുണ്ട് മാത്രമാണ് കേരളം സർവൈവ് ചെയ്യുന്നത്. കേരളത്തിൽ നാളുകളിൽ എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ വ്യവസായങ്ങൾ വരണം, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ തൊഴിലുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകണം. അതിനൊക്കെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മാറിയേ മതിയാവും. അതായത് ഈ കാലാകാലങ്ങളിലായിട്ട് LDF അല്ലെങ്കിൽ UDF എന്നുള്ള സ്ഥിതി മാറണം. തീർച്ചയായും മാറിയേ മതിയാവും. കാര്യം എന്തുകൊണ്ട് മോദി സർക്കാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ ഉണ്ടായത്? നമുക്കറിയാം ഓരോ പ്രദേശത്തും കേരളത്തിൽ ഇന്ന് വന്നിട്ടുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യക്ക് ഉണ്ടായിട്ടുള്ള വളർച്ച ഒരു 5 വർഷം കൊണ്ടാണ്. ഇവിടെ 50 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് 5 വർഷം കൊണ്ട് ചെയ്തു. ഇവിടെ യുദ്ധത്തിന് തുടക്കമായപ്പോൾ ഒരു അവസ്ഥ പോലും ഉണ്ടായപ്പോൾ ഈ ലോകത്തിലുള്ള മുഴുവൻ രാഷ്ട്രങ്ങളും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. പണ്ടെന്താ നമ്മുടെ അവസ്ഥ? നമ്മുടെ പ്രധാനമന്ത്രി ആരെന്ന് ആർക്കൊക്കെ അറിയാം? ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ പോയി വളഞ്ഞൊടിച്ചിരിക്കുകയല്ലാതെ എന്തെങ്കിലും അവിടെ നട്ടിൽ നിർത്തി പറയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ? ഇന്ന് ഇന്ത്യക്കാരൻ എന്ന് പറയാൻ പറ്റുന്ന അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന രീതിയിലേക്ക് ഇന്ത്യ ഗവൺമെൻറ് വളർന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരൻ ഇന്ന് ലോകത്തിൻ്റെ ഏത് മേഖലയിൽ പോയാലും അവന് കൂടുതൽ റെസ്പെക്റ്റ് കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി. ആ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൽ, പ്രത്യേക കേരളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഈ നാസ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഒരു 10 കിലോമീറ്റർ റേഡിയസ് എടുത്താൽ ഈ പറയുന്ന എല്ലാ ലോകത്തിലുള്ള വലിയ സ്ഥാപനങ്ങളിലും അതിൻ്റെ ഏറ്റവും നല്ല സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന മലയാളിയെ കാണാൻ കഴിയും. പക്ഷേ നമ്മുടെ ദയനീയ അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് ഇവിടെ തൊഴിൽ കൊടുക്കാനുള്ള സാഹചര്യമില്ല. ഒന്നുകിൽ തമിഴ്നാട്ടിൽ പോകണം, ഇല്ലേ കർണാടകയിൽ പോകണം, ഇല്ലേ ബോംബെ പോകണം, ഇല്ലെങ്കിൽ യഥാർത്ഥത്തിൽ മലയാളിയുടെ നല്ല മാനവശേഷി ഇവിടെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. മലയാളിയുടെ മാനവശേഷി കൊള്ളാവുന്ന ആര് കേരളത്തിലുണ്ട്? അതെ. കേരളത്തിൽ യഥാർത്ഥം നമ്മളെടുത്ത് പരിശോധിച്ചു, നമ്മുടെ IAS IPS ഒക്കെ എടുത്ത് പരിശോധിക്കാം. അതിനകത്തൊക്കെയുള്ള അതിനേക്കാൾ എത്രയോ കഴിവുള്ള എത്രയോ ടാലൻ്റ് ആയിട്ടുള്ള ആളുകൾ പുറത്തു പോയേക്കുക.